ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധനുശ്രീ. പ്രധാന വാർത്തകൾ. പ്രണയത്തിൽ നിന്ന് പിന്മാറി. തൃശൂരിൽ യുവതിയുടെ വീടിന് മുൻപിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. LDF വിടാനുള്ള ചരടുകൾ വലിച്ച് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം ആലോചിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. PG വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുന്നംപറമ്പ് സെന്റർ വികസനവും കനാൽ പാലം നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിൽ സംഘർഷത്തിൽ 3 KSU നേതാക്കൾ അറസ്റ്റിൽ. 100ാം വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ISRO. വാർത്തകൾ വിശദമായി. പ്രണയത്തിൽ നിന്ന് പിന്മാറി. തൃശൂരിൽ യുവതിയുടെ വീടിന് മുൻപിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിൽ തൃശൂരിൽ യുവതിയുടെ വീടിന് മുൻപിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. കുട്ടനല്ലൂരാണ് സംഭവം. കണ്ണാറ സ്വദേശി അർജുൻ ലാലാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ യുവതിയുടെ വീട്ടിലെത്തിയ യുവാവ് ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്ത് തുടർന്ന് ഒച്ചവെച്ച് ശബ്ദമുണ്ടാക്കി ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. LDF വിടാനുള്ള ചരടുകൾ വലിച്ച് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. LDF വിടാനുള്ള ചരടുകൾ വലിച്ച് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്ന നിലപാടിലാണ് PC ചാക്കോ. മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്നും എന്നാൽ തന്റെ മാന്യത കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്നും PC ചാക്കോ പറഞ്ഞുവെന്ന് NCP തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി പൊടിയൻകുട്ടി വ്യക്തമാക്കി. LDFിൽ തുടരണമോ എന്നത് ആലോചിക്കേണ്ടിയിരിക്കുന്നുവെന്നും പുതിയ പാർട്ടി ഉണ്ടാക്കണമെന്ന് PC ചാക്കോ യോഗത്തിൽ വ്യക്തമാക്കിയെന്നും പൊടിയൻകുട്ടി പറഞ്ഞു. PC ചാക്കോ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. തൃശൂരിൽ മുരളീധരൻ ജയിക്കാൻ സാധ്യതയെന്ന് വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു. അന്ന് ഞങ്ങൾ അതിനെ എതിർത്തിരുന്നു. ജില്ലാ നേതൃയോഗത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതെന്നും പൊടിയൻകുട്ടി പറഞ്ഞു. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും മുഖ്യമന്ത്രിയെയും ചാക്കോ തള്ളിപ്പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അത് അംഗീകരിച്ചു കൊടുക്കില്ല. PC ചാക്കോ മുന്നണി വിടാൻ നീക്കം നടത്തുന്നുണ്ട്. അതിനി ഒളിച്ചുവെക്കുന്നില്ല. മന്ത്രിമാറ്റത്തെ തെരുവിൽ വലിച്ചിഴച്ചു. ഞങ്ങൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയാതെയായി. എതിർക്കുന്ന ജില്ലാ ഭാരവാഹികളെ ഒഴിവാക്കുന്നു. പാർട്ടിയിൽ നിന്നും ഒരാളെ പുറത്താക്കാൻ നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് ജില്ലാ അധ്യക്ഷനെ പുറത്താക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം ആലോചിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം ആലോചിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ് നോട്ട് VD സതീശൻ പുറത്തുവിട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം നടക്കവേ കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് ഫയൽ മന്ത്രിസഭാ യോഗത്തിന് സമർപ്പിക്കാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി നൽകുന്നതെന്നും മറ്റ് ഒരു വകുപ്പിന്റെയും അനുമതി തേടുകയോ മറ്റു വകുപ്പുകളുമായി ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ഫയൽ വ്യക്തമാക്കുന്നു. ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണ പ്ലാന്റുകൾ അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെ എന്നതിന്റെ തെളിവുകളാണ് പുറത്തുവിട്ടത്. മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പാണ് പുറത്തുവിട്ടത്. മറ്റൊരു വകുപ്പുമായും ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു വകുപ്പുകളും പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞില്ല. മുന്നണിയിലും ചർച്ച ചെയ്തതായി അറിവില്ല. എത്ര കിട്ടി എന്ന് മാത്രം പറഞ്ഞാൽ മതി, പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നാണ് ഈ വിവാദ തീരുമാനം എടുത്തതെന്ന പ്രതിപക്ഷവാദം അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. ധനകാര്യം, ജലവിഭവം, വ്യവസായം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളൊന്നും പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞതേയില്ലെന്നാണ് നോട്ടിൽ മന്ത്രി MB രാജേഷ് വ്യക്തമാക്കുന്നത്. മുന്നണിയിലും ചർച്ച ചെയ്തതായി അറിവില്ല. എന്തിനാണ് ഇത്രമാത്രം രഹസ്യ സ്വഭാവമെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് ഒയാസിസ് അല്ലാതെ മറ്റൊരു കമ്പനിയും ഇത്തരം പ്ലാന്റുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടാണ് എത്ര കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പ്രതിപക്ഷം ചോദിച്ചതെന്നും അദ്ദേഹം പറയുന്നു. മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വെച്ച കുറിപ്പിലും ഒയാസിസ് കമ്പനിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ടെന്ന് VD സതീശൻ പറയുന്നു. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ 20 വർഷമായി നടത്തി വിജയിപ്പിച്ച പരിചയസമ്പന്നത എന്നൊക്കെയാണ് പറയുന്നത്.
പക്ഷേ അപ്പോഴും ഇതേ കമ്പനിയുടെ ഉടമ ഡൽഹി മദ്യനയ കോഴക്കേസിൽ അറസ്റ്റിലായതും ഹരിയാനയിൽ 4 കിലോമീറ്റർ ദൂരത്തിൽ ബോർവെല്ലിലൂടെ മാലിന്യം തള്ളി ഭൂഗർഭജലം മലിനപ്പെടുത്തിയതിന് നിയമ നടപടി നേരിടുന്നതും ബോധപൂർവം മറച്ചുവെച്ചു അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുന്നമ്പറമ്പ് സെന്റർ വികസനവും കനാൽ പാലം നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നു. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുന്നമ്പറമ്പ് സെന്റർ വികസനവും കനാൽ പാലം നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി. പദ്ധതിയുടെ ഭാഗമായി 7 മീറ്റർ മാത്രം വീതിയുണ്ടായിരുന്ന പുന്നമ്പറമ്പ് കനാൽ പാലം 22 മീറ്റർ വീതിയിൽ പൊളിച്ചു പണിയുകയാണ്. 11 മീറ്ററിൽ ആദ്യ സ്പാൻ നേരത്തെ പൂർത്തീകരിച്ചു. രണ്ടാം സ്പാനിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. കരിമത്ര ചീപ്പ് ചിറ പാലവും പുനർനിർമ്മിക്കും. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ കേന്ദ്രമായ പുന്നമ്പറമ്പ് സെന്റർ വികസനവും പദ്ധതിയുടെ ഭാഗമായി സാധ്യമാവുകയാണ്. പുന്നമ്പറമ്പ് സെന്റർ ഭാഗത്തെ പഴയ റോഡ് പൂർണ്ണമായും ഇളക്കി മാറ്റി ഉന്നത നിലവാരത്തിൽ റോഡ് പുനർനിർമ്മിക്കുകയാണ്. അതിവേഗം ഇരു പ്രവൃത്തികളും പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം. ദേശീയപാത 544 മുടിക്കോട് നിന്നാരംഭിച്ച് വടക്കാഞ്ചേരി വാഴാനി റോഡിലെ കരിമത്ര സെന്ററിൽ അവസാനിക്കുന്ന 18.65 കിലോമീറ്റർ ദൂരമാണ് പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ എന്ന പേരിൽ ഉന്നത നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. 2 ഘട്ടമായാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ആദ്യഘട്ടമായ പൊങ്ങണങ്കാട് മുതൽ കരിമത്ര സെന്റർ വരെയുള്ള 11.65 കിലോമീറ്റർ ദൂരം റോഡ് നവീകരണം അതിവേഗം പുരോഗമിക്കുന്നു. കാന, കലുങ്കുകൾ ജംഗ്ഷനുകളിൽ ഫുട്പാത്തോടു കൂടിയ കാന, ബസ് ബേകൾ, ബസ് ഷെൽട്ടറുകൾ, റോഡ് സേഫ്റ്റി സംവിധാനങ്ങൾ, റോഡ് ഫർണിച്ചറുകൾ എന്നിവ പദ്ധതിയിലുണ്ട്. 7 മുതൽ 9 മീറ്റർ വാഹനപാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ടൂറിസം കോറിഡോർ പൂർത്തിയാകുന്നതോടെ പീച്ചിയിലെത്തുന്ന എല്ലാ വിനോദസഞ്ചാരികൾക്കും അതിവേഗം വാഴാനിയിലും എത്താനാകും. ഈ വികസന സാധ്യത കണ്ടുകൊണ്ട് വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. വാഴാനിയിലെ മ്യൂസിക്കൽ ഫൗണ്ടന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഇതിനകം തന്നെ പ്രവൃത്തി ആരംഭിച്ച പുല്ലാനിക്കാട് മംഗലം പുന്നമ്പറമ്പ് റോഡിന്റെ കൾവർട്ടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ വികസന സാധ്യതകളെയാകെ ബന്ധിപ്പിക്കും വിധമാണ് ഈ റോഡിന്റെ നവീകരണം. ദേശീയപാത 544 നിന്ന് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലേക്ക് പ്രവേശിച്ച് ഷൊർണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കാനും ഉന്നത നിലവാരത്തിലുള്ള റോഡ് സജ്ജമാകും. 4.6 കോടി രൂപ ചെലവിൽ പുന്നമ്പറമ്പ് മണലിത്തറ ചെന്നിക്കര റോഡ് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ മേഖലയെയും വിനോദസഞ്ചാര സാധ്യതകളെയും കൂട്ടിയിണക്കി അഭൂതപൂർവമായ വികസനത്തിനാണ് 2ാം പിണറായി വിജയൻ സർക്കാർ നേതൃത്വം നൽകുന്നത്. സമയബന്ധിതമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനായി ഇടപെടുമെന്ന് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് MLA പറഞ്ഞു. ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ സാധ്യതയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കിഫ്ബി പദ്ധതിയിലെ പീച്ചി വാഴാനി കോറിഡോറിൻ്റെ ഒരു ഭാഗം, പ്രത്യേകിച്ച് പൊങ്ങണങ്കാട് മുതൽ കരിമത്ര വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഊർജിതമായി നടന്നു വരികയാണ്. ഒരു ഘട്ടം ടാറിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പുന്നമ്പറമ്പ് സെൻറ്ററിലെ ഊർജിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടക്കുകയാണ്. ഇനി ഇലക്ട്രിക് പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ട പ്രവൃത്തിയോടുകൂടി നമുക്ക് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന സാഹചര്യമാണുള്ളത്. പുന്നമ്പറമ്പ് കനാൽ പാലം എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ പ്രസിദ്ധമായ ഒരു കേന്ദ്രമാണ്. ആ കനാൽ പാലം 11 മീറ്റർ പാലം നേരത്തെ നിർമ്മിച്ചിരുന്നു. തുടർന്നുള്ള സ്പാൻ 11 മീറ്ററിൻ്റെ കൂടി പ്രവൃത്തി ഇപ്പോൾ നടന്നു വരികയാണ്. മൊത്തം 22 മീറ്ററാണ് പുന്നമ്പറമ്പ് കനാൽ പാലത്തിൻ്റെ വീതി രൂപപ്പെടുന്നത്. തൊട്ടപ്പുറത്ത് നമുക്കറിയാം കരിമത്തറയിലെ ചീപ്പ് ചിറ, ആ പാലവും പൊളിച്ചു പണിയുന്നുണ്ട്. തീർച്ചയായും പീച്ചി വാഴാനി കോറിഡോർ ഒരു വലിയ കുതിച്ചുചാട്ടം. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, AK സുരേന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിൽ സംഘർഷത്തിൽ 3 KSU നേതാക്കൾ അറസ്റ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ 3 KSU നേതാക്കൾ അറസ്റ്റിൽ. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ,
സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ്, സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ആലുവയിൽ നിന്നാണ് മാള പോലീസ് ഇവരെ പിടികൂടിയത്. SFI നേതാക്കളുടെ പരാതിയിൽ ഇന്നലെ ഇവരുൾപ്പെടെ കണ്ടാലറിയാവുന്ന 14 പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ കേരളവർമ്മ കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആഷിഖിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആഷിഖ് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആഷിഖിന്റെ മൊഴിയെടുത്ത ശേഷമാണ് KSU നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. മാളയിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം അഴിച്ചുവിട്ടെന്നായിരുന്നു SFI ആരോപിച്ചിരുന്നത്. SFI പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് KSUവും ആരോപിച്ചു. പോലീസ് എത്തി ലാത്തി വീശിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. അതേസമയം ആക്രമണം തുടങ്ങിവെച്ചത് SFIക്കാരാണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ പറഞ്ഞു. സ്കിറ്റ് മത്സരം തീർന്നതിന് പിന്നാലെ സ്റ്റേജ് കയ്യേറി SFIക്കാർ അക്രമം അഴിച്ചുവിട്ടു. കലോത്സവം അലങ്കോലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു SFIയുടെ അക്രമമെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. 100ാം വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ISRO. 100ാം വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ISRO. ഗതിനിർണയ ഉപഗ്രഹം NVS-02 ആണ് നിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് രാവിലെ 6:23 GSLV-യുടെ ചിറകിലേറിയാണ് ഉപഗ്രഹം കുതിച്ചുയർന്നത്. ഡോക്ടർ V. നാരായണൻ ISROയുടെ ചെയർമാനായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ വിക്ഷേപണം കൂടിയാണിത്. GSLV ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചെന്നും ദൗത്യം വിജയകരമാണെന്നും ഡോക്ടർ നാരായണൻ അറിയിച്ചു. വിക്ഷേപിച്ച് 19 മിനിറ്റുകൾക്കകമാണ് GSLV ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത്. NVS സീരീസിലുള്ള രണ്ടാമത്തെ ഉപഗ്രഹമാണ് NVS-02. ഇന്ത്യയിലെ ഉപയോക്താക്കൾക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂപ്രദേശത്തിന് 1500 കിലോമീറ്റർ ചുറ്റളവിലുമുള്ള പ്രദേശവുമാണ് ഉപഗ്രഹത്തിന്റെ പരിധിയിൽ വരിക. 2250 കിലോഗ്രാം ഭാരമാണ് ഉപഗ്രഹത്തിന് ഉള്ളത്. ഭൗമ വ്യോമ സമുദ്രഗതി നിർണയം, പ്രിസിഷൻ അഗ്രികൾച്ചർ, ഫ്ലീറ്റ് മാനേജ്മെന്റ്, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ, ഉപഗ്രഹങ്ങൾക്കായുള്ള ഭ്രമണപഥ നിർണയം, IoT അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനുകൾ, എമർജൻസി, ടൈമിംഗ് സേവനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് നാവിക് ഉപഗ്രഹങ്ങൾ ISRO വികസിപ്പിച്ചത്. NVS-01 കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ISRO വിക്ഷേപിച്ചിരുന്നു. 62 PSLV, 16 GSLV, 7 LVM-3, 4 വീതം ASLV, SLV, 3 SSLV, ക്രൂ എസ്കേപ്പ് സിസ്റ്റം, സ്ക്രാംജെറ്റ് എഞ്ചിൻ, RLV-TD തുടങ്ങിയ ദൗത്യങ്ങളാണ് ഇതുവരെ ISRO പൂർത്തിയാക്കിയത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. 10 കോടി ഭക്തർ പങ്കെടുക്കുന്ന അമൃത സ്നാനത്തിന് തൊട്ടു മുൻപാണ് അപകടമുണ്ടായത്. ഭക്തർ ഇരച്ചെത്തിയതോടെ ബാരിക്കേഡുകൾ തകർന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ മേള ഗ്രൗണ്ടിനകത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘത്തിലേക്കുള്ള വഴിയിലെ ബാരിക്കേഡുകൾ തകർന്നാണ് നിരവധി ഭക്തർക്ക് പരിക്കേറ്റതെന്നും സ്ഥിതിഗതികൾ ഗുരുതരമല്ലെന്നും സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാംക്ഷ റാണ മാധ്യമങ്ങളോട് പറഞ്ഞു. രാത്രി 1 മണിയോടെയാണ് സംഭവം നടന്നത്. 70-ലധികം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം. തിക്കിലും തിരക്കിലും 15 പേർക്ക് ജീവൻ നഷ്ടമായെന്ന് മഹാകുംഭമേള സ്ഥലത്തെ ഡോക്ടർമാരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി ഉത്തർപ്രദേശ് സർക്കാരിന് നിർദ്ദേശം നൽകി. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ,
ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ടല്ല, 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ഓട്ടുപാറ ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. വടക്കാഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ഓട്ടുപാറ ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സിലോട്ട് സ്വീകരിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, അഡീഷണൽ SP K ശശിധരൻ, വടക്കാഞ്ചേരി പോലീസ് HSO രജിൻ, M തോമസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. 3 സ്കൂളുകളിൽ നിന്നായി 5 സ്റ്റുഡന്റ് കേഡറ്റ് യൂണിറ്റുകൾ പരേഡിൽ പങ്കെടുത്തു. KSU നേതാക്കളുടെ വീടുകളിൽ ഭീഷണി, പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള KSU ജില്ലാ ജനറൽ സെക്രട്ടറി ആദിത്യനും നിഹാൽ റഹ്മാനും നേരെ SFI DYFI പ്രവർത്തകർ ഇവരുടെ വസതിയിലെത്തി മാതാപിതാക്കളെയും കുടുംബക്കാരെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. D-സോൺ കലോത്സവത്തിലുണ്ടായ സംഘർഷത്തിൽ മനഃപൂർവ്വം പ്രതിയാക്കപ്പെട്ട KSU നേതാക്കളുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഭീഷണികളും വെല്ലുവിളികളുമായി SFIയുടെ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങൾ എത്തിയത്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചവരെ പ്രതികളാക്കുകയും അവരുടെ വീടുകളിൽ കയറി അതിക്രമം നടത്താൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. KSUവിന്റെ തൃശൂർ ജില്ലാ ചുമതലയുള്ള DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ, DCC സെക്രട്ടറി PJ രാജു, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ, ശശി മംഗലം, വിജയൻ ഏങ്കങ്കാട് എന്നിവർ ആദിത്യന്റെ വീട്ടിലെത്തി വീട്ടുകാരെ സമാശ്വസിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടി ഇരുവരുടെയും കുടുംബത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും അറിയിച്ചു. കോഴിക്കോട് സർവകലാശാല D-സോൺ കലോത്സവത്തെ തുടർന്ന് മാള ഹോളി ക്രൈസ്റ്റ് കോളേജിലുണ്ടായ സംഘടനം കലോത്സവം അലങ്കോലപ്പെടുത്താൻ SFIയും അതുപോലെ DYFIയും നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരുപാട് KSU പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായി. നിവൃത്തിയില്ലാതെയാണ് KSU പ്രവർത്തകർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ തിരിച്ച് പ്രതിരോധം തീർത്തത്. ഇത് സ്ഥിരം SFIയുടെ ഒരു പരിപാടിയാണ്. KSUവിന് യൂണിവേഴ്സിറ്റി യൂണിയൻ കിട്ടുന്ന സമയത്തൊക്കെ നമുക്കറിയാം, കൊച്ചനിയൻ വിഷയം വർഷങ്ങൾക്ക് മുമ്പുണ്ടായത് ഇതുപോലെ തന്നെ കലോത്സവം അലങ്കോലപ്പെടുത്ത SFI നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആയുധങ്ങളായിട്ട് വന്ന ആളുകൾക്ക് അവസാനം നിവൃത്തിയില്ലാതെ KSU പ്രവർത്തകർ അത് വാങ്ങിച്ച് തിരിച്ച് പ്രയോഗിക്കേണ്ട ഒരു സ്ഥിതി വന്നുകൊണ്ടാണ് കൊച്ചനിയൻ എന്ന് പറയുന്ന ഒരു SFIക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. അതേ അവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഇപ്പോൾ ഹോളി ക്രൈസിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് SFI ഉദ്ദേശിച്ചത്. അപ്പം അന്ന് കലോത്സവത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആദിത്യൻ വടക്കാഞ്ചേരി കാരനായ KSU ജില്ലാ സെക്രട്ടറിയാണ്. ആദിത്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആദിത്യനെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതാനും SFIക്കാർ ഇത് ആദിത്യൻ്റെ വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ വന്ന് അച്ഛനെ അമ്മയും ഭീഷണിപ്പെടുത്തുക, ഇനി മകൻ തിരിച്ചു വരില്ല, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും, അങ്ങനെ SFIയോട് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിക്കാണ് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിപ്പോയത്. അതുപോലെ നിഹാൽ റഹ്മാൻ്റെ വീടിൻ്റെ മുന്നിലും SFIക്കാർ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കാനുള്ളൊരു ശ്രമം നടത്തി. SFI ഒരു ഗുണ്ടാ സംഘടന, ക്രിമിനൽ സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്കില്ലാത്തതൊന്നും ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള സ്ഥിതിയാണ്. D-സോൺ കലോത്സവം വളരെ ഭംഗിയായി നടന്നിരുന്ന D-സോൺ കലോത്സവമാണ് ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ ഇന്നലെ അലങ്കോലപ്പെടുത്തിയത്. ഞങ്ങൾ അതിശക്തമായി SFIയുടെ ഈ അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കുകയാണ്. ആദിത്യന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും കോൺഗ്രസ് പാർട്ടി കൊടുക്കും. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇറങ്ങിപ്പോക്ക്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇറങ്ങിപ്പോക്ക്. വടക്കാഞ്ചേരി നഗരസഭയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലിയും ജോലിയും ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചും ഭവന നിർമ്മാണം പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിനാലും ബയോമൈനിങ് ചർച്ച ചെയ്യാത്തതിനാലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. നഗരസഭാ കൗൺസിലർമാരായ K അജിത് കുമാർ, SAA ആസാദ്, വൈശാഖ് നാരായണസ്വാമി, KT ജോയ്, ബുഷറ റഷീദ്, സന്ധ്യ കൊഴക്കാടത്ത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.
വിദ്യാഭ്യാസ മേഖലയിൽ ബി.ജെ.പി. കേന്ദ്ര നയം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ ബി.ജെ.പി. കേന്ദ്ര നയം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായി ഇടപെടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഫെഡറൽ സംവിധാനം തകർത്താൽ സംസ്ഥാനങ്ങളുടെ അധികാരം ഇല്ലാതാക്കാമെന്ന് കേന്ദ്രം കാണുന്നു. സർവകലാശാലകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനാണ് UGCയിലെ മാറ്റം വരുത്തലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കാവ്യവൽക്കരിക്കാനുള്ള അജണ്ട കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ സമ്മേളനം നടക്കുന്നു. ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ സമ്മേളനം തന്നെ മറന്നുപോയവരാണ്. ഇത് വലതുപക്ഷ മാധ്യമങ്ങളുടെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുരോഗമന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ രണ്ടാം നിര പൗരന്മാരായി കാണുന്നു. ദളിതർക്കും സ്ത്രീകൾക്കുമെതിരായ ആക്രമണങ്ങളും വർദ്ധിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ വിശാല മുന്നണി രൂപപ്പെടുന്നു. UDF BJP കൂട്ടുകെട്ട് പല രീതിയിൽ പുറത്തുവരുന്നു. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ UDF തയ്യാറാകുന്നു. ജമാഅത്തെ ഇസ്ലാമി STPIയുമായി പരസ്യമായ ബന്ധം UDF തുടരുന്നു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ സഹായിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ വിശാല മുന്നണി രൂപപ്പെടുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ നുണക്കഥകളെയും അതിജീവിച്ചാണ് 2021 തുടർഭരണം നേടിയത്. പുതിയ നുണക്കഥകളും പൊളിഞ്ഞു വീഴുന്നതായി പിണറായി പറഞ്ഞു. ADM നവീൻ ബാബുവിന്റെ മരണം. CBI അന്വേഷണം വേണമെന്ന് കുടുംബം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. മരണം കൊലപാതകമാണെന്ന സംശയമുണ്ടെന്നും സംസ്ഥാന പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നുമാണ് അപ്പീലിലുള്ളത്. സമാന ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. വസ്തുതകൾ കാര്യമായി പരിശോധിക്കാതെയാണ് ഉത്തരവെന്നും തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നുമാണ് ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. കുമരനെല്ലൂർ ദേശം ഉത്രാളിക്കാവ് ഭഗവതിക്ക് കൊല്ലം തോറും നടത്തിവരാറുള്ള ദേശപ്പാന ഭക്തിപൂർണമായ ചടങ്ങുകളോടെ സമാപിച്ചു. കുമരനെല്ലൂർ ദേശം ഉത്രാളിക്കാവ് ഭഗവതിക്ക് കൊല്ലം തോറും നടത്തിവരാറുള്ള ദേശപ്പാന ഭക്തിപൂർണമായ ചടങ്ങുകളോടെ സമാപിച്ചു. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് നടന്ന ദീപാരാധന കണ്ടുതൊഴാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. തുടർന്ന് കുമരനെല്ലൂർ ദശപുഷ്പം അവതരിപ്പിച്ച കൈകൊട്ടിക്കളി അരങ്ങേറി. കുമാരി ശ്രീലക്ഷ്മി, കുമാരി ദേവിക എന്നിവരുടെ ഡബിൾ തായമ്പക
കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടന്നു. 8 മണി മുതൽ നടന്ന അന്നദാനത്തിന് നിരവധി പേർ പങ്കാളികളായി. വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമ പാരായണവും നടന്നു. 9:30 പാൽക്കുടം പൂജ, ഇരുന്നുപാണ്ടി, തളിക പൂജ, തിരിയൊഴിച്ചിൽ എന്നിവ നടന്നു. കൃഷ്ണൻകുട്ടി കരിമത്ര, ശ്രീധരൻ വെള്ളളത്ത്, തങ്കപ്പൻ നായർ, ഭാസ്കരൻ മടത്തിലാത്ത്, രാജേഷ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ബുധനാഴ്ച പുലർച്ചെ നടന്ന പാനവലത്ത്, കനൽച്ചാട്ടം തുടങ്ങിയ ചടങ്ങുകൾക്ക് ഉത്രാളിക്കാവ് കോമരം പള്ളിയത്ത് മാധവൻ നായർ കാർമ്മികത്വം വഹിച്ചു. പാനാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ AK സതീഷ് കുമാർ, K മനോജ്, സുനിൽകുമാർ, KR രമേശ്, K കൃഷ്ണകുമാർ, EK രവീന്ദ്രൻ, P രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രണയത്തിൽ നിന്ന് പിന്മാറി. തൃശൂരിൽ യുവതിയുടെ വീടിന് മുൻപിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. LDF വിടാനുള്ള ചരടുകൾ വലിച്ച് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം ആലോചിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുന്നംപറമ്പ് സെന്റർ വികസനവും കനാൽ പാലം നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിൽ സംഘർഷത്തിൽ 3 KSU നേതാക്കൾ അറസ്റ്റിൽ. 100ാം വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ISRO. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.